എല്ലാവർക്കും ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആർട്ടിക്കിൾസ് എന്നുള്ളതാണ്. ആർട്ടിക്കിൾസ് യൂസ്ഡ് ബിഫോർ ആൻഡ് മോഡിഫൈസ് നൗൺ. നൗണിന് മുന്നേ ഉപയോഗിക്കുന്നതും നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതുമാണ് ആർട്ടിക്കിൾ. ഫങ്ഷൻ ആസ് അജക്റ്റീവ്സ്. അജക്റ്റീവിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ആർട്ടിക്കിൾ ചെയ്യുന്നത്. അജക്റ്റീവിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ് അജക്റ്റീവ്. അതിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ആർട്ടിക്കിളും ചെയ്യുന്നത്. സ്പെസിഫിക് ഓർ ജനറൽ. ഒരു നൗൺ കണ്ടാൽ അതിന് തൊട്ട് മുന്നേയുള്ള ആർട്ടിക്കിൾ ഉപയോഗിച്ച് അത് സ്പെസിഫിക് നൗണാണോ അതോ ജനറൽ നൗണാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 2 ടൈപ്സ് ആർട്ടിക്കിൾസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ടോട്ടൽ 3 ആർട്ടിക്കിൾസ് ആണുള്ളത്. അതിനെ 2 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇങ്ങനെയാണ് തരം തിരിച്ചിട്ടുള്ളത്. ഇതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നതാണ് ദ എന്നുള്ള ആർട്ടിക്കിൾ. ദ എന്നുള്ളത് ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നു. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നതാണ് എ, ആൻ, ഇവ രണ്ടും. ഇനി എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദ എന്നുള്ളതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് യുണീക്ക് ആയിട്ടുള്ള നൗണ് വരുമ്പോൾ. സൂര്യനെ പറ്റി പറയുമ്പോൾ ദ സൺ എന്ന് ഉപയോഗിക്കും. കാരണം അത് യുണീക്ക് ആയിട്ടുള്ളതാണ്, ഒറ്റപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ളതിൻ്റെ കൂടെ നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എന്നാണ് യൂസ് ചെയ്യുക. അത് യുണീക്ക് ആയിട്ടുള്ള നൗണ് വരുമ്പോൾ ദ എന്നുള്ളത് ഉപയോഗിക്കും. നോൺ, അറിയപ്പെടുന്ന ഒരു നോൺ ആണെങ്കിൽ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കും. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ എടുത്ത് പറയാണ്, ആ ചുവന്ന ആപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കും. എക്സാമ്പിളായിട്ട്, കുഡ് യു പാസ് മീ ദ ആപ്പിൾ പ്ലീസ്. ഇപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ ചൂണ്ടിക്കാണിക്കണം, ഒരു ചുവന്ന ആപ്പിൾ കാണിച്ചിട്ട് നമ്മൾ പറയാണ് ആ ആപ്പിൾ ഒന്ന് പാസ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ പച്ച ആപ്പിൾ ആവശ്യപ്പെടുകയാണ്, കുഡ് യു പാസ് മീ ദ ഗ്രീൻ ആപ്പിൾ പ്ലീസ്. അങ്ങനെ വരുമ്പോൾ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുക. നെക്സ്റ്റ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. എ, ആൻ എന്നുള്ള ആർട്ടിക്കിൾസ് ആണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നത്. ഒരു എന്ന മീനിങ് വരാൻ വേണ്ടിയിട്ട് ഇവ രണ്ടും ഉപയോഗിക്കും. ജനറൽ നൗണിൻ്റെ കൂടെയാണ് ഇവ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അൺനോൺ നൗണിൻ്റെ കൂടെ. ഇപ്പോൾ ബോയ് എന്നുള്ളതൊരു ജനറൽ നൗണാണ്, അതിൻ്റെ കൂടെ എ ബോയ് എന്ന് പറയും. ഒരു ആൺകുട്ടി എന്നുള്ളതിന് എ ബോയ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐ വുഡ് ലൈക്ക് ആൻ ആപ്പിൾ പ്ലീസ്. ഒരു ആപ്പിൾ തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 2 നിറത്തിലുള്ള ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻ ആപ്പിൾ എന്ന് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു ആപ്പിൾ എന്നാണ് ഉപയോഗിക്കുന്നത്. അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഏത് ആപ്പിൾ ആയാലും കുഴപ്പമില്ല. അങ്ങനെയുള്ളതിനാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ, ആൻ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആദ്യം എ എന്നുള്ള ആർട്ടിക്കിൾ നോക്കാം. ബിഫോർ കോൺസണന്റ് സൗണ്ട്. കോൺസണന്റ് സൗണ്ടിന് മുന്നെയാണ് എ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്. കോൺസണന്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ബി, സി, ഡി, എഫ്, ജി, എച്ച് അങ്ങനെ വരുന്ന ലെറ്റേഴ്സിനെയാണ് കോൺസണന്റ് സൗണ്ട് എന്ന് വിളിക്കുന്നത്. വ്യഞ്ജനാക്ഷരങ്ങൾ. എക്സാമ്പിൾ നോക്കിക്കേ, എ ക്യാറ്റ്, എ ഡോഗ്, എ ബോയ്. കണ്ടോ, ഒരു എന്നുള്ള മീനിങ് ആണ് വരിക. എ ഡോഗ്, ഒരു ഡോഗ്. നെക്സ്റ്റ്, എവിടെയാണ് ആൻ എന്നുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് യൂസ്ഡ് ബിഫോർ വവൽ സൗണ്ട്. വവൽ സൗണ്ടിന് മുന്നെയാണ് ആൻ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. എ, ഇ, ഐ, ഒ, യു ഇവയാണ് വവൽ സൗണ്ടുകൾ. എക്സാമ്പിൾ, ആൻ ആൻഡ്, ഒരു ഉറുമ്പ്, ആൻ എഞ്ചിനീയർ, ആൻ അംബ്രല്ല. കണ്ടോ, വവൽ സൗണ്ടിന് മുന്നെയാണ് ആൻ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. വവൽ സൗണ്ട് എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങളുടെ മുന്നേ ആൻ എന്നുള്ള ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വെച്ചിട്ട് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അവിടെ ബ്ലാങ്ക് ആയി നിൽക്കുന്ന സ്ഥലത്ത് എ ഓർ ആൻ ഇവ ഉപയോഗിച്ചിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, യൂറോപ്യൻ. യൂറോപ്യൻ എന്നുള്ളതിന് മുന്നേ എ ആണോ ആൻ ആണോ ഉപയോഗിക്കുക എന്ന്. അവിടെ എ യൂറോപ്യൻ എന്നാണ് ഉപയോഗിക്കുക. കാരണം വവൽ ലെറ്ററാണ് വരുന്നത് എങ്കിലും സൗണ്ട് വരുന്നത് യ എന്നുള്ള സൗണ്ടാണ്, കോൺസണൻ്റ് സൗണ്ടാണ് വരുന്നത്. അതുകൊണ്ട് എ എന്നാണ് അവിടെ വരിക. രണ്ടാമത്തത്, 1 റുപ്പി നോട്ട്. 1 റുപ്പി നോട്ട് എന്നുള്ളതിൽ ഫസ്റ്റ് ലെറ്റർ വ എന്നാണ് വരുന്നത്, വവൽ സൗണ്ട് അല്ല. അപ്പോൾ എ 1 റുപ്പി നോട്ട് എന്ന് വരും. തേർഡ് വൺ, ആൻ അവർ. ഇവിടെ ആൻ അവർ എന്ന് വരാൻ കാരണം അവർ എന്നുള്ളതിൽ എച്ച് സൈലൻ്റ് ആണ്, ആ എന്നുള്ള അക്ഷരമാണ് വരുന്നത്. ആൻ അവർ. ഫോർത്ത് വൺ, എ യൂണിവേഴ്സിറ്റി. എ എന്ന് വരാൻ കാരണം യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഫസ്റ്റ് ലെറ്റർ
യ എന്നുള്ള സൗണ്ടാണ് വരുന്നത്. ഫിഫ്ത്ത്, ആൻ എം എ ഇൻ ഇംഗ്ലീഷ്. ആൻ എന്നാണ് വരിക. കാരണം എം എന്നുള്ളത് വവൽ ലെറ്റർ അല്ലെങ്കിലും വവൽ സൗണ്ടാണ് വരുന്നത്. എ എം എ, എം എന്നുള്ളത് എ കൊണ്ടാണ് തുടങ്ങുന്നത്, എം എന്നുള്ള ലെറ്റർ. അതുകൊണ്ട് ഇത് വവൽ സൗണ്ടിലാണ് വരുന്നത്. അപ്പോൾ ആൻ എം എ ഇൻ ഇംഗ്ലീഷ് എന്നാണ് വരിക. അടുത്തതായിട്ട് ചെറിയൊരു സ്റ്റോറി തന്നിട്ടുണ്ട്. അതിൽ ആർട്ടിക്കിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നോക്കാം. ഐ സോ എ പേഴ്സൺ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു വ്യക്തിയെ കണ്ടു. അവിടെ നമ്മൾ അറിയാത്ത ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എ പേഴ്സൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ദ പേഴ്സൺ വാസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ. ആ വ്യക്തി ഒരു മരത്തിന് താഴെ ഇരിക്കുകയായിരുന്നു. കണ്ടോ, ആ ഫസ്റ്റ് പേഴ്സണെ തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. ആദ്യം കണ്ട വ്യക്തിയെ പറ്റി വീണ്ടും പറയുമ്പോൾ ദ എന്നുള്ള പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ സ്പെസിഫിക് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് ഏതാണ് വ്യക്തി എന്നുള്ളത്. മുന്നേ പറഞ്ഞ ആളെയാണ്. അതുകൊണ്ടാണ് ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. ദ ട്രീ വാസ് വെരി ടോൾ. അവിടെ ദ ട്രീ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം തൊട്ട് മുന്നേ എ ട്രീ എന്ന് പറഞ്ഞ് ഒരു മരത്തിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മരത്തെ തന്നെയാണ് വീണ്ടും പറയുന്നത്. അതുകൊണ്ട് ദ ട്രീ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ പേഴ്സൺ സ്റ്റുഡ് അപ്പ് വെൻ ഹി സോ എ ക്യാറ്റ്. ദ ക്യാറ്റ് ജംപ്ഡ് ഓൺ എ വോൾ, ട്രൈഡ് ടു ക്യാച്ച് എ ബേർഡ്, ബട്ട് ദ ബേർഡ് ഫ്ലൂ ഓഫ് ദി വോൾ. ഇവിടെയെല്ലാം ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നതിനെ എ എന്ന് വെച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നീട് അതേ വസ്തുവിനെ തന്നെ പറയുമ്പോൾ ദ എന്നുള്ള ആർട്ടിക്കിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എ പേഴ്സൺ, ഫസ്റ്റ് നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി, എ പേഴ്സൺ. പിന്നീട് ആ വ്യക്തിയെ പറ്റി പറയുമ്പോൾ ദ പേഴ്സൺ എന്നാണ് പറയുന്നത്. ദ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു നെയിമിൻ്റെ കൂടെ ഒരിക്കലും ആർട്ടിക്കിൾസ് ഉപയോഗിക്കില്ല. എക്സാമ്പിളായിട്ട് റാണി എന്നുള്ള നെയിമിൻ്റെ കൂടെ എ റാണി എന്നോ ദ റാണി എന്നോ ഒരിക്കലും ഉപയോഗിക്കില്ല. അതിൻ്റെ കൂടെ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാനേ പാടില്ല. റാണി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഒരു പ്ലേസിൻ്റെ മുന്നേ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിളായിട്ട് അമേരിക്ക, ഇന്ത്യ, കേരള ഇങ്ങനെ പ്ലേസിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ എ എന്നോ ദ എന്നുള്ള ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ചില സന്ദർഭങ്ങളിൽ ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ദ മാൽഡീവ്സ്, ദ ഫിലിപ്പൈൻസ് എന്ന് പറഞ്ഞിട്ട്. കാരണം മാൽഡീവ്സ് എന്നുള്ളത് 1200ഓളം ദ്വീപുകൾ ചേർന്നിട്ടുള്ളതാണ്. ഫിലിപ്പൈൻസ് എന്ന് പറയുന്നത് 700ഓളം ദ്വീപുകൾ ചേർന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് ദ്വീപുകൾ ചേർന്ന ഒരു പ്ലേസായി മാറിയതിനെയാണ് ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. യൂണീക്ക് ആയിട്ടുള്ള നൗണുകൾ വരുമ്പോൾ അതിന് മുന്നേ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. ദ സൺ, ദ പ്രസിഡന്റ് ഓഫ് അമേരിക്ക, ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ദ ഹിമാലയ, ദ ഗംഗ ഇങ്ങനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള നൗണിൻ്റെ കൂടെ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. അത് ഒന്നേ ഉള്ളൂ. സോ അവിടെ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് എന്നുള്ള മീനിങ് വരുന്നിടത്ത് ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യും. ദ ബെസ്റ്റ് പ്ലേസ്, ഏറ്റവും നല്ല പ്ലേസ്, കാരണം അത് ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ദ എന്നുള്ള യൂസ് ചെയ്യുന്നു. ദ വേഴ്സ്റ്റ് തിങ്, ഏറ്റവും മോശമായിട്ടുള്ള വസ്തു. ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ, ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരൻ. ദ ടോളസ്റ്റ് മൗണ്ടെയിൻ, ഏറ്റവും വലിയ മൗണ്ടെയിൻ. ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്. ഇങ്ങനെ ഇതൊക്കെ ഒന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ദ എന്നുള്ള ആർട്ടിക്കിൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾസ് രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ആൻ എന്നുള്ള ആർട്ടിക്കിൾസ് വരുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലാണ്. ജനറൽ നൗണിൻ്റെ മുന്നെയാണ് ഇവ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് നമ്മൾ ഉപയോഗിക്കുക. കൗണ്ടബിൾ നൗണിൻ്റെ മുന്നേ അതുപോലെ തന്നെ സിംഗുലർ നൗൺ വരുമ്പോഴേക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. അതായത് ഒരു നൗണ് ഒരു എന്നുള്ള മീനിങ്ങിനാണ് എ ആൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നതാണ് ദ എന്നുള്ള ആർട്ടിക്കിൾ. സ്പെസിഫിക് നൗണിന് മുന്നേ ദ എന്നുള്ള ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു നൗണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനുശേഷം ആ നൗണ് യൂസ് ചെയ്യുമ്പോൾ ദ എന്നുള്ള ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുക.